ബി.ജെ.പി. വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്ത് പാണക്കാട് മുനവ്വറലി ശിഹാബ് തങ്ങൾ. സന്ദീപ് വാര്യരുടെ ഫോട്ടോയ്ക്കൊപ്പം സ്വാഗതം ബ്രോ എന്ന് കുറിച്ചാണ് മുനവ്വറലി തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. നിരവധി ആളുകളാണ് പോസ്റ്റിന് പ്രതികരണവുമായി എത്തിയത്. ബഹറിൽ മുസല്ലയിട്ട് നിസ്കരിച്ചാലും സംഖ്യയെ നമ്പരുതെന്നാണ് ഒരാൾ പോസ്റ്റിന് താഴെ കുറിച്ചത്. രാജവെമ്പാലകളുടെ രാജാവാണ് സന്ദീപ് വാര്യരെന്ന് മറ്റൊരാളും കുറിച്ചു. ഇനി RSS പ്രവർത്തനവും കോൺഗ്രസ് പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകാമെന്നായിരുന്നു മറ്റൊരാളുടെ പരിഹാസം. ഇടതുപക്ഷത്തേക്കെന്ന അഭ്യൂഹം ശക്തമായതിനിടെയാണ് സന്ദീപ് വാര്യർ അപ്രതീക്ഷിതമായി കോൺഗ്രസിൽ ചേർന്നത്. സന്ദീപുമായി ദിവസങ്ങളായി രഹസ്യ ചർച്ച നടത്തിവരികയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. പാലക്കാട് നടന്ന വാർത്താസമ്മേളനത്തിൽ KPCC അധ്യക്ഷൻ K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VT സതീശൻ എന്നിവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ സന്ദീപിനെ ഷാളണിയിച്ച് പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. പാർട്ടി തനിക്ക് അർഹമായ പരിഗണന നൽകിയിട്ടില്ലെന്നും BJP വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ജനാധിപത്യത്തെ പാടെ അപമാനിക്കുന്ന ഒരു ഫാക്ടറിയിൽ ശ്വാസം മുട്ടിക്കഴിയേണ്ട അവസ്ഥയായിരുന്നു തനിക്ക്. മുഖ്യമന്ത്രിയുമായി ചേർന്ന് BJP അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുന്നു. അതിനെതിരെ പ്രതികരിച്ചതാണ് തനിക്കു നേരെ നടപടി സ്വീകരിക്കാൻ കാരണമായതെന്നും മതം തിരിഞ്ഞ് പ്രചാരണം നടത്താൻ കഴിയില്ലെന്നും സ്നേഹത്തിന്റെ കടയിൽ അംഗത്വമെടുക്കുകയാണെന്നും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കോട്ടയിൽ നിന്ന് പുറത്തു വന്നതിന്റെ സന്തോഷത്തിലാണ് താനെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. അതേസമയം സന്ദീപ് വാര്യർക്കെതിരെ നിരവധി BJP CPM പ്രവർത്തകരാണ് രംഗത്ത് വരുന്നത്. അതേസമയം BJP വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന സംഘടനയെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. BJPയിൽ നിന്നും പലതവണ സ്നേഹം, കരുതൽ, സാഹോദര്യം എന്നിവ ലഭിച്ചില്ലെന്നും സന്ദീപ് വ്യക്തമാക്കി. ജനാധിപത്യത്തെ പാടെ മതിക്കാത്ത ഏകാധിപത്യ പ്രവണതയുള്ള ഒരു സംഘടനയിൽ വീർപ്പ് മുട്ടി കഴിയേണ്ടി വന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. സ്വന്തം അഭിപ്രായം പറയുന്നതിനുള്ള സ്വാതന്ത്ര്യമില്ല. ഉപാധികളില്ലാതെ സ്നേഹിക്കണമെന്ന് ആഹ്വാനം ചെയ്തതിൻ്റെ പേരിൽ വിലക്ക് നേരിട്ടയാളാണ് ഞാൻ. 1 വർഷക്കാലമാണ് മാധ്യമങ്ങളിൽ സംസാരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് സന്ദീപ് വാര്യർ ആഞ്ഞടിച്ചു. പണം ഞങ്ങൾ തരും. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടും അപ്പോഴൊന്നും ഞാൻ പാർട്ടി വിട്ടില്ല. കഴിഞ്ഞ കുറേയേറെ വർഷമായി BJPയിൽ നിന്നും എനിക്ക് കിട്ടിയത് ഒറ്റപ്പെടുത്തലും വേട്ടയാടലും മാത്രമായിരുന്നു. കോൺഗ്രസ് പ്രവേശനത്തിന് ഉത്തരവാദി K. സുരേന്ദ്രനും സംഘവും മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുമായി ചേർന്ന് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിനെതിരെ നിലപാടെടുത്ത് എന്നതാണ് താൻ ചെയ്ത കുറ്റം. ബലിദാനികളെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനായി മുതലെടുത്തുവെന്നും അവരുടെ പേര് പറഞ്ഞ പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചു. ശ്രീനിവാസൻ വധക്കേസ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെയെന്ന് പരിശോധിക്കണമെന്നും എന്തുകൊണ്ട് മുതിർന്ന അഭിഭാഷകരാരും കേസിൽ സുപ്രീം കോടതിയിൽ ഹാജരായില്ലെന്നും സന്ദീപ് ചോദിച്ചു. മുഴുവൻ നേരവും ഇത്തരം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് പുറത്തുവന്ന സന്തോഷത്തിലാണ് താനെന്നും ഇനിയുള്ള കാലം കോൺഗ്രസുകാരനായി തുടരുമെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. KPCCയുടെ പാലക്കാട് നടന്ന വാർത്താസമ്മേളനത്തിലാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. വേദിയിൽ വെച്ച് K. സുധാകരൻ സന്ദീപ് വാര്യരെ ഷോളണിയിച്ച് സ്വീകരിച്ചു. സന്ദീപ് വാര്യറും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. പ്രതിപക്ഷ നേതാവ് VT സതീശൻ, KPCC പ്രസിഡന്റ് K. സുധാകരൻ തുടങ്ങി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു.